എവരിവൺ, സംസ്കൃതത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട് UGC നെറ്റ് എക്സാമിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. സോ ഇനി അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ കൊമേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കോഴ്സാണ്. കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ കൊമേഴ്സിന്റെ കോച്ചിങ് എപ്പോൾ തുടങ്ങുന്നുള്ളത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാധാരണ ഒരു പരീക്ഷയായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയെ കാണരുത്. അതിന് നമുക്ക് സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജീസ് വേണം. അത് നമ്മുടെ കോഴ്സിൽ ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. ഒരു ക്വസ്റ്റ്യൻ അല്ലെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ളത് എങ്ങനെയായിരിക്കണം എന്നാണ്. അപ്പോൾ റൈറ്റിംഗ് പ്രാക്ടീസ് സ്ട്രാറ്റജി നമുക്കുണ്ടായിരിക്കണം. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കോഴ്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പരീക്ഷയുടെ സ്ട്രക്ചർ നമുക്കറിയാം. 3 മാർക്കിന്റെ സ്ട്രാറ്റജി നമുക്കുണ്ടായിരിക്കണം. 5 മാർക്കിനാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, അതിനൊരു സ്ട്രാറ്റജി നമുക്കുണ്ടായിരിക്കണം. 8 മാർക്കിന്റെ ചോദ്യമാണ് അടുത്തത് വരുന്നത്, അതിനും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അതായത് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചോദ്യത്തിനെ നമ്മൾ നോക്കി കാണേണ്ടത്, ഏത് രീതിയിലാണ് അത് ഉത്തരം എഴുതേണ്ടത്, എങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുണ്ട്. ഓരോ ചോദ്യത്തിലും, അതായത് 3 മാർക്കിന്റെ ചോദ്യത്തിന് ഒരു സ്ട്രാറ്റജിയാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് കോളേജിലേക്കുള്ള എക്സാം ആണ്. അപ്പോൾ ഇപ്പൊ എയ്ഡഡ് കോളേജുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ തന്നെ നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുമ്പോൾ, ഗവൺമെന്റ് കോളേജുകളിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന്റെ അടുത്ത് അവർ എഴുതിയ പരീക്ഷ, കഴിഞ്ഞ തവണ എഴുതിയ പരീക്ഷയെ പറ്റി നിങ്ങളുടെ സർക്കിളിൽ ആരെങ്കിലും ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സമയത്തിന് കൃത്യമായിട്ട് നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ടെക്നിക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. ഫൈനൽ സ്ട്രാറ്റജി ആയിട്ട് ഒരു ഫോർമുല തന്നെ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അവസാന ഘട്ടത്തിൽ നമ്മൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ എക്സാം ഹാളിലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ കൊമേഴ്സിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി കഴിഞ്ഞ പരീക്ഷ, അതായത് കേരള PSC ഡിസ്ക്രിപ്റ്റീവ് എക്സാം കൊമേഴ്സിന്റെ പരീക്ഷ നടന്നത് 2019 എക്സാം ഡേറ്റ് വന്നത് ജനുവരി 15 തീയതിയാണ്. 2020 ജനുവരി 15 തീയതിയാണ്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്നത് 19/9/2023, 19 സെപ്റ്റംബറിനാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അഡ്വൈസ് പോയിരിക്കുന്നത് ഏപ്രിൽ വരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ 11 നിയമനങ്ങളാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ടോട്ടൽ 11 നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി 55% മാർക്കോട് കൂടിയിട്ടുള്ള PG ആണ് വേണ്ടത്. ഓക്കെ, ഇനി SC ST OBC PWD കാൻഡിഡേറ്റ്സ് 50% മാർക്ക് മതിയാവും. അതിനോടൊപ്പം തന്നെ ഒന്നുകിൽ PhD ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നെറ്റ് ഉണ്ടായിരിക്കണം. PhD ഓർ നെറ്റ് ആണ് കേട്ടോ. PhD നെറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം, PhD ഉള്ളവർക്ക് അപേക്ഷിക്കാം. നെറ്റ് വിത്ത് PhD ആണെങ്കിൽ അതിന്റേതായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എയ്ഡഡ് കോളേജ് അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ്, ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൈവശപ്പെടുത്തുക. ലേറ്റ് ആക്കരുത്. നിങ്ങൾ ഏതെങ്കിലും കോളേജുകളിൽ നെറ്റിനോടൊപ്പം തന്നെ, നെറ്റ് നേടിക്കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും കോളേജുകളിൽ ഗസ്റ്റ് അധ്യാപകരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വളരെ പെട്ടെന്ന് വാങ്ങിക്കുക. നിങ്ങൾ ലേറ്റ് ആക്കരുത്. ഓക്കെ, ഏജ് ലിമിറ്റ് നിലവിൽ ഉണ്ടായിരുന്നത് 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. അതൊരു നമുക്കൊരു 48 to 54 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 48 വയസ്സ് നോർമലി റിസർവേഷൻ കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ വയസ്സ് ഇളവ് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നിലവിൽ എല്ലാ റാങ്ക് ലിസ്റ്റിന്റെയും കാലാവധി കഴിയുന്നത് November 30 ആണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഇവിടെ ബാധിക്കുന്നില്ല. നിലവിൽ കാലാവധി കഴിഞ്ഞ ലിസ്റ്റുകളാണ് November 30. പക്ഷേ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം September 19 ഇതിന്റെ കാലാവധി കഴിയുന്നത്. സോ September 19 നിലവിലുള്ള കൊമേഴ്സ് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് 2027 നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. നമുക്കൊരു മിനിമം ഒരു 1 year പ്രിപ്പറേഷൻ എങ്കിലും ആവശ്യമാണെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് നമുക്ക് റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ട്, മോക്ക് ടെസ്റ്റ് ഒക്കെ നടത്തി റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ കൊമേഴ്സ് പരീക്ഷയിലേക്കായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണിപ്പോ. യാതൊരു കാരണവശാലും ലേറ്റ് ആക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് എക്സാം ജൂൺ 22 തീയതിയാണ് നടക്കുന്നത്. സോ അതിന്റെ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. ഇനി റെഗുലർ ആയിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം തന്നെ കമന്റ് രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.